കൊല്ലത്തേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ഇത് പോകണം. കൊല്ലത്ത് നേരത്തെ തിരുവനന്തപുരത്തേക്ക് പോയ KSRTC ബസ് സമരാനുകൂലികൾ തടയാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് ഇടപെട്ട് ആ വാഹനം കടത്തിവിട്ടിട്ടുണ്ട്. അമൃത ഹോസ്പിറ്റലിലേക്കുള്ള വാഹനവും അവിടെ സമരാനുകൂലികൾ തടഞ്ഞിട്ടിരുന്നു. ഇപ്പോൾ എന്താണ് അവസ്ഥ നമുക്ക് ദിലീപിനോട് ചോദിക്കാം. ദിലീപ്, ഗുഡ് മോർണിംഗ്. ദിലീപ്, എന്താണ് കൊല്ലത്തെ അവസ്ഥ? സമരാനുകൂലികൾ KSRTC ബസ് തടയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബസ് സർവീസ് നടത്തുന്നുണ്ടോ ഇല്ലയോ? അമൃതയിലേക്കുള്ള ബസ് പുറപ്പെട്ടോ? ഇവിടെ ഡോക്ടർ അരുൺകുമാർ, ഈ സമരാനുകൂലികൾ കയ്യേറ്റം ചെയ്ത ഒരു കണ്ടക്ടറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ചേട്ടാ, എന്തിനാ ചേട്ടൻ കയ്യേറ്റം ചെയ്തത്? അവരിന്ന് എന്ത് പറയുന്നത്, പണിമുടക്കായിട്ട് സർവീസ് നടത്താൻ ആണ് അവർ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത്. ബസ്സിന്റെ അകത്തോട്ട് കയറി തല്ലിയായിരുന്നു അല്ലേ? അകത്തോട്ട് കയറി തല്ലുക ചെയ്തത്. ഇത് കരുനാഗപ്പള്ളി ഡിപ്പോയിലെ വണ്ടി. ഡോക്ടർ അരുൺകുമാർ, കരുനാഗപ്പള്ളി ഡിപ്പോയിലെ വണ്ടിയാണ്. ആ കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്ക് വരികയായിരുന്നു. ഇതിനിടയിലാണ് കൊല്ലം ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് സമരാനുകൂലികൾ ഈ ബസ് തടയുകയും സമരാനുകൂലികൾ ഇതിൻ്റെ അകത്ത് കയറി ഈ കണ്ടക്ടറെ മർദ്ദിക്കുകയും ചെയ്തു. നമുക്ക് ആ ദൃശ്യങ്ങളിലടക്കം വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. സമരാനുകൂലികൾ ഈ ബസ്സിലോട്ട് കയറി എത്തി ഇവരെ മർദ്ദിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ബസ് തടയുന്ന പ്രവണത ഉണ്ടായിരുന്നു. മാത്രമല്ല, കൊല്ലം ജില്ല ഗതാഗത മന്ത്രിയുടെ ഉൾപ്പെടെ ജില്ലയാണ്. ഈ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് KSRTC ബസ് ഓടണമെന്ന് മന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് KSRTC ബസ്സുകൾ ഇന്ന് സർവീസ് നടത്താൻ വേണ്ടിയിരുന്നത്. അമൃത ബസ് സ്റ്റാൻഡിലേക്ക് അമൃത ആശുപത്രിയിലേക്ക് അടക്കം പോകേണ്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടാൻ ഇവർ അനുവദിച്ചില്ല. ഇപ്പോഴും ആ ബസ് സ്റ്റാൻഡിൽ തന്നെ പുറപ്പെടാതെ കിടക്കുകയാണ്. കൊല്ലത്തുനിന്ന് യാത്ര പുറപ്പെടേണ്ട ബസ്സാണോ ഈ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ബസ്? അത് കൊല്ലത്ത് നിന്ന് ഇന്ന് രാവിലെ സർവീസ് നടത്തേണ്ട ബസ്സായിരുന്നു. പക്ഷേ അതിന് ഇവിടെ നിന്ന് സർവീസ് നടത്താൻ ഇവർ അനുവദിച്ചില്ല. മാത്രമല്ല, ദീർഘദൂര ബസ്സുകളെല്ലാം തന്നെ വരുന്നത് ബസ് പൂർണ്ണമായും പ്രവർത്തകർ തടയുകയാണ്. ഇന്ന് മൂന്നാറിലേക്ക് പോകേണ്ട ബസ്സെല്ലാം തന്നെ, തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ബസ്, മൂന്നാറിലേക്ക് പോകേണ്ട ബസ്, അതെല്ലാം തന്നെ ബസ് സ്റ്റാൻഡിൽ തടഞ്ഞിട്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്ന ഈ ബസ്സാണിപ്പോൾ സമരക്കാർ തടഞ്ഞിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഓട്ടോയും മറ്റ് വാഹനങ്ങളെല്ലാം തന്നെ തടയുന്നു. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണിപ്പോൾ കടത്തിവിടുന്നത്. ഈ KSRTC ബസ്സിനെ പൂർണ്ണമായും ബസ് സ്റ്റാൻഡിൽ കയറിയാൽ ഇവിടുത്തെ സമരപ്രവർത്തകർ വാഹനം പുറത്തോട്ട് വിടുന്നില്ല എന്നുള്ളൊരു പ്രവണതയും കൂടിയുണ്ട്. മറ്റൊന്ന്, ഈ സമരക്കാരടക്കം പറയുന്നത് ഇത് സമരം വിജയിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാ തൊഴിലാളികളും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ചിലർ മാത്രം ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് സമരക്കാരും പറയുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ടത് ഈ ഇവരെ പോലെയുള്ള ഒരു ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യുന്ന കാര്യങ്ങളാണ്. കയ്യേറ്റം ചെയ്തത് അങ്ങനെ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് ഒട്ടും ശരിയായ ഒരു കാര്യമേ അല്ല. സമരത്തിൽ പങ്കെടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കൂടിയാണ്. ഏത് യൂണിയനിൽ വിശ്വസിക്കണം എന്നുള്ളത് അവരാണല്ലോ തീരുമാനിക്കുക. പക്ഷേ അതേസമയം തന്നെ സമരം പൊളിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇറങ്ങി വരുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ടാവും എന്നുള്ളതാണ് സമരാനുകൂലികൾ പറയുന്നത്.